ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഒരു മാഞ്ഞാലി ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മാഞ്ഞാലി ബിരിയാണി എന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. കണ്ടിട്ടുള്ള ഒരു പരിചയത്തിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. എന്താണെങ്കിലും ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1.5 കിലോയോളം ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരോടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം കേട്ടോ. അപ്പോൾ അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം. അടുപ്പത്തേക്ക് വയ്ക്കുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് ഏകദേശം ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ആ ഒരു ഓയിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തേക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് ചിക്കൻ ഒരു 10 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് തിളപ്പിക്കുക. അപ്പോഴത്തേക്കും ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി ആ ഒരു ചിക്കൻ സ്റ്റോക്കൊക്കെ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചിക്കൻ മാത്രം എടുത്ത് മാറ്റിയിട്ട് ആ ചിക്കൻ സ്റ്റോക്കൊക്കെ ഒന്ന് ഊറ്റി മാറ്റി അതേ പാനിൽ തന്നെ ഓയിൽ ഒഴിച്ചിട്ട് ആ മാറ്റി വെച്ച ചിക്കൻ ഞാനിതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യുക. ഇടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് കറക്റ്റ് ചിക്കൻ്റെ ആ ഫുൾ വേവിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് മാറ്റുക. ഇപ്പോൾ നന്നായി ശരിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ സൈഡും ഒരുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇത് കോരി മാറ്റാം. അതേ സെയിം പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചിട്ട് ഞാനിതിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഓയിലിൽ തന്നെ ആകുമ്പോൾ സവാളയിലേക്ക് കറക്റ്റ് ആ ഒരു ചിക്കൻ്റെയൊക്കെ ആ ഒരു ഗ്രേവിയുടെ ടേസ്റ്റ് കിട്ടിക്കോളും. അപ്പോൾ ഇവിടെ ഞാൻ സവാള ഒരു 4 അത്യാവശ്യം വലിയ സവാള തന്നെയാണ് എടുത്തേക്കുന്നത്. സവാളയ്ക്ക് ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു 2-3 പച്ചമുളക്. അപ്പോൾ പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു 3 എണ്ണം ഇട്ടിട്ടുള്ളൂ. ഒരുപാടൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർക്കുക. ഇനിയും നമുക്ക് മുളക് പല സ്ഥലങ്ങളിൽ ചേർക്കാനുണ്ട്, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ മുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാളയൊക്കെ ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയും സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടിട്ട് വരണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കുറച്ചധികം മല്ലിയിലയും അതുപോലെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മെയിനായിട്ട് കറിവേപ്പിലയാണ്. നമ്മൾ പുതിനയില ഇതിൽ ചേർക്കില്ല. അപ്പോൾ കറിവേപ്പില എത്രത്തോളം കൂടുതൽ ഇടാമോ അത്രത്തോളം ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. ശരിക്കും ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ മാഞ്ഞാലി ബിരിയാണി ഇതിന് മുന്നേ കഴിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഒന്ന് താഴെ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ അളവിൽ 3 അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ മുളക് പൊടിയുടെയൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് അതിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ വഴറ്റിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റിയിട്ടുള്ള ആ ഒരു ചിക്കൻ സ്റ്റോക്കിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം ഞാൻ എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ ചോറ് വേവിക്കുമ്പോൾ അതിലേക്കും കൂടെ ഒഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. ഇനി ഈ ഗ്രേവിയിൽ നമ്മൾ ആ പൊരിച്ച് ചിക്കനൊക്കെ ഇടണം. അപ്പോൾ അതൊന്ന് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് ആ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പ് പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ആ ചിക്കൻ ആ ഗ്രേവിയിൽ കിടന്നിട്ട് ആ ഗ്രേവിയും ഇതിലേക്ക് നന്നായിട്ട് പിടിച്ച് ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ ഇതിലേക്ക് വീണ്ടും കുറച്ചുകൂടെ കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി എന്താണെങ്കിലും അതവിടെ ലോ ഫ്ലെയിമിലിരുന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള റൈസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ ഓയിലും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർക്കാം. അപ്പോൾ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ മതിയാകും. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ചോറുണ്ടാക്കുന്നതിലും കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു വലിയൊരു സവാള ഇതുപോലെ അരിഞ്ഞിട്ട് ആദ്യം ഒന്ന് സവാളയൊക്കെ ഒന്ന് മൊരിഞ്ഞിട്ട് വരണവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മസാലകളായിട്ട് ഒരുപാടൊന്നുമില്ല,
ഒരു ടീസ്പൂൺ അളവിൽ പെരുംജീരകം, അതുപോലെ 2 തക്കോലം എടുത്തിട്ടുണ്ട്. പിന്നെ ജാതിപത്രി, ഏലക്ക, ഗ്രാമ്പൂ, ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിലേക്ക് മസാലകളായിട്ട് എടുത്തേക്കുന്നത്. വേറെ ഒരുപാട് ഗ്രാമ്പൂ ഒന്നും വേണ്ട കേട്ടോ, ഒരു 2-3 ഒക്കെ മതിയാകും. അത്രയൊക്കെ മസാലകളെ നമ്മളിതിലേക്ക് ഒരുപാട് മസാലകളൊന്നും ചേർത്തിട്ടില്ല. മസാലകളൊക്കെ ഒന്ന് വഴണ്ട് വന്നപ്പോൾ ഞാനിതിലേക്ക് ചോറ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, അതായത് നമ്മളിത് നെയ്ച്ചോറ് പോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അരി ഒരു 20 മിനിറ്റ് നേരം കുതിർത്ത് വയ്ക്കാം, എന്നിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ വെള്ളത്തിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റും അതുപോലെ പൈനാപ്പിൾ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്തേക്കാം. ഞാനിപ്പോൾ ഇത്രേ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആ വെള്ളം തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ 20 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബസ്മതി അരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം വയ്ക്കുന്നത് നമ്മളെപ്പോഴും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കില്ലേ, എത്രത്തോളം അരിയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം, ആ ഒരു കണക്കിലാണ് വെള്ളം വയ്ക്കണത്. അപ്പോൾ നിങ്ങൾ എന്തോരം അരി എടുക്കണോ അതിൻ്റെ ഇരട്ടി വെള്ളം. ഇനിയിപ്പോൾ അരിയും വെള്ളവും ഇതുപോലെ സമമായി കിട്ടുന്നവരെ തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഒപ്പം ആയി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ചിക്കൻ സ്റ്റോക്ക് ബാക്കി കംപ്ലീറ്റ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചോറിനും കൂടെ ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് എന്തെങ്കിലും കട്ടിയുള്ള ഒരു പാത്രം അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു 20 മിനിറ്റ് എന്നാണെങ്കിലും ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് ഇവിടെ ഇരുന്ന് വേകട്ടെ. അപ്പം നമ്മൾ വെക്കുന്ന അരി അനുസരിച്ചിട്ട് 20-25 മിനിറ്റൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒട്ടും ആവി പുറത്ത് പോകാത്ത രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അതുപോലെ കശുവണ്ടിയും മുന്തിരിയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറും അതുപോലെ ഗ്രേവിയും കൂടെ നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കും പോലെ മിക്സ് ചെയ്യാറില്ല. ഇത് സൈഡിൽ നമ്മൾ ഒരു ചെറിയൊരു കറി പോലെ ഒന്ന് സെർവ് ചെയ്യലാണ് ഈ ഒരു ബിരിയാണിയുടെ പ്രത്യേകത എന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്കറിയില്ല. അപ്പോൾ കഴിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല അടിപൊളി ബിരിയാണിയാണ്. എന്നാലും നമ്മൾ സാധാരണ ബിരിയാണീനേക്കാൾ എനിക്കൊന്ന് കുറച്ചുകൂടെയൊക്കെ നല്ലൊരു അധികം മടുപ്പ് തോന്നിക്കാത്ത ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കിയിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതുവരെ കഴിക്കാൻ